ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. രാവിലെ എണീറ്റ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യണേ. മോനു നേരത്തെ എണീറ്റ് കേട്ടോ. അപ്പോൾ അവനും ഫേസ് വാഷ് ചെയ്യണമെന്നും പറഞ്ഞ് വന്ന് നിൽക്കുകയാണേ. ഇവൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് ഫേസ് വാഷ്, പേസ്റ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ പ്രസ് ചെയ്ത് ഒഴിക്കും കേട്ടോ തറയിൽ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വികൃതി എന്ന് പറയുന്നത്. വികൃതിയുടെ അങ്ങേ അറ്റമായിട്ടുണ്ട് കേട്ടോ. ഈ പ്രായം ഒരുവിധം പല്ലെല്ലാം തേച്ച് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്ട് നമ്മളിന്ന് ഇഡ്ഡലിയും സാമ്പാറും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പാർ ഞാൻ പരിപ്പെല്ലാം വേവിച്ച് ശേഷം നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും മാത്രം സെപ്പറേറ്റ് ഒന്ന് വഴട്ടും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ മല്ലിപ്പൊടി നമ്മൾ കൂടുതലിടണം സാമ്പാറിന്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. ഞാൻ ചില സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് വേവിക്കാറുണ്ട്, ചില സമയത്ത് ഒത്തുവിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പറ്റുന്ന സമയമുള്ള സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യും. അങ്ങനെ നമ്മൾ അതൊന്ന് എടുത്ത് പിന്നെ നമ്മൾ നടുക്കുള്ള ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റാണ് നമ്മൾ വശയ്ക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമയം തീരെ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇഡ്ഡലിക്ക് നമ്മൾ വച്ചിട്ടുണ്ട്, അപ്പോൾ ഇഡ്ഡലി ആയിക്കോളും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതിൽ പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാമ്പാറിൽ നേരത്തെ ബാക്കി മലക്കറി എല്ലാം വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് സമയം തീരെയില്ല, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കേണ്ട സമയമായി കേട്ടോ. പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ കടുവറുക്കാനുള്ള സംഭവത്തിൽ എണ്ണയും ചെറിയ ഉള്ളിയും വശട്ടി, പിന്നെ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് എന്നിട്ട് നമ്മൾ സാമ്പാറിൽ ഈ വെണ്ടയ്ക്കയും ഇതെല്ലാം കൂടി ഇടുകയാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കടുവറുത്ത സംഭവങ്ങളും കൂടി ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ സാമ്പാർ റെഡിയായി. ഞാൻ വിചാരിക്കും നമ്മളുടെ റൂട്ടീൻ എന്ന് പറയുന്നത് എന്നും ഒരുപോലെയാണല്ലേ. നമ്മൾ രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണു, പിന്നെ വീട് ക്ലീൻ ചെയ്യണു, പിന്നെ തുണി അലക്കുന്നു, കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നു, മക്കളുടെ കാര്യം നോക്കുന്നു, പിന്നെ വീണ്ടും വൈകുന്നേരം പിന്നെ ചായ, പിന്നെ വൈകുന്നേരം ഇവിടെ ഞങ്ങൾക്ക് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് അല്ല, വൈകുന്നേരം വീണ്ടും കാപ്പി തന്നെയാണ് കേട്ടോ. ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും, പുട്ടോ അങ്ങനെ എന്തെങ്കിലും ആണ്. അപ്പോൾ ഭയങ്കര പാടാണ് ഈ ഇത്രയും നേരം നമ്മൾ കുക്ക് ചെയ്യണം. അതും കുക്ക് ചെയ്ത് വയ്ക്കുകയല്ല ചെയ്യണം, ഞാൻ എന്നും ഡെയിലി കുക്ക് ചെയ്യാണ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ചോറിനുള്ള പരിപാടികളും ആക്കി. പിന്നെ നമ്മൾ മീൻ വയ്ക്കുകയാണ്. മീൻ നമ്മൾ നന്നായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട്, പിന്നെ നമുക്ക് നല്ല പച്ച മാങ്ങ കിട്ടിയായിരുന്നേ. മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പുളിയുള്ള മാങ്ങ ഇട്ട് മീൻ വയ്ക്കണത്. നല്ല മാങ്ങയും മിരിങ്ങയ്ക്കയും. പക്ഷേ ഇപ്പോൾ കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ, തീർന്നു പോയി. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല. പച്ചമുളക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില തീരെ ചിലപ്പോഴേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ അതും ഇല്ല കേട്ടോ. പച്ചമുളകും ഇട്ട് നന്നായിട്ട് നമ്മുടെ ഈ അരപ്പ് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മലക്കറിയെല്ലാം ഇതൊക്കെ ഇടുന്ന, പച്ചമാങ്ങയൊക്കെ ഇടുന്ന കേട്ടോ. എന്നിട്ട് മീൻ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്യാണ്. അങ്ങനെ മീനും റെഡി. നമുക്കിനി ഇതൊന്ന് വറ്റിയതിന് ശേഷം നമ്മൾ അടച്ച് വയ്ക്കും കേട്ടോ. ഇതിപ്പം ചെറുതായിട്ടൊന്ന് തിളച്ച് എല്ലാം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കൂടി ആകുമ്പോഴത്തേക്ക് റെഡിയാവും. അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. നല്ല പുളി മാങ്ങയിട്ട മുരിങ്ങയ്ക്കൊക്കെ ഇട്ട മീൻ കറി കേട്ടോ, സൂപ്പർ ടേസ്റ്റിയാണ്. അങ്ങനെ അടുത്ത് നമ്മൾ കീരയാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. കീര തോരനാണ് റെഡിയാക്കണത്. നമ്മൾ അടുപ്പത്ത് നമ്മൾ കടുവിട്ട്, അടുപ്പത്തല്ല എണ്ണ ഒഴിച്ച് കടുവിട്ട് കീരയിട്ട്, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പിടുന്നത്. ഇതിൽ നമ്മൾ ഇടുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, ഇടുക കേട്ടോ. കീര പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ കീര ഒരുവിധം ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് സോട്ട് ചെയ്ത് അടച്ച് വെച്ച് 2 മിനിറ്റ് കൂടി ആകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് റെഡിയാവും കേട്ടോ. കീര റെഡിയായി ഗായ്സ്. എനിക്ക് അത്ര തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇടയ്ക്ക് ഡോക്ടറിനെ കണ്ടപ്പോൾ എനിക്ക് എന്തോന്നോ ബ്ലഡിന് നല്ല കുറവുണ്ട്. അപ്പം കീര കഴിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും തീരെ ഞാൻ കഴിക്കാൻ ഒരു പാടാണ് എനിക്ക്. അങ്ങനെ ഞാൻ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് മോനൊക്കെ കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ വന്നിരുന്നേ. അയ്യോ എൻ്റെ അമ്മ എങ്ങനെ കഴിച്ചെന്ന് എനിക്കറിയില്ല. ഉള്ള സാമ്പാറെല്ലാം എനിക്ക് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് പിന്നെ എങ്ങനെയൊക്കെയോ അവിടെയൊക്കെ ആയി. എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കുറേ ജോലികൾ ഡെയിലി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ടേബിൾ തുടയ്ക്കുക, തൂക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ. എനിക്ക് രാവിലെ ആകുമ്പം പണി തുടങ്ങും കേട്ടോ. രണ്ടുപേരും കൂടി കുളം ആക്കിയിടും, പിന്നെ ഞാൻ ഒന്ന് നീറ്റാക്കും, പിന്നെയും കുളമാവും, അങ്ങനെയാണ്. പിന്നെ മോനെ ഞാൻ കുളിപ്പിച്ചിട്ട് പിന്നെ അവന് ചോറ് കൊടുക്കണ സംഭവമാണ്. എൻ്റെ ദൈവമേ, ചോറ് ആൾക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ്. ചോറ് കൊടുക്കാനും കുറച്ചൊരു ടഫാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എങ്ങനെയൊക്കെയാണ് കൊടുക്കണം കേട്ടോ. ആദ്യം ഞാനൊന്ന് നടന്നു വരുന്നൊക്കെ കൊടുത്തേക്കും. അങ്ങനെ മോനൂട്ടന് ഞാൻ എങ്ങനെയൊക്കെയോ ചോറ് കൊടുത്തു. പിന്നെ ആളെ കുറച്ച് നേരം കിടത്തി ഉറക്കും കേട്ടോ. അതിലൊരു മണിക്കൂറൊക്കെ, ഒരു 1.5-2 മണിക്കൂറൊക്കെ ഉറങ്ങും. ചില സമയത്ത് ആൾ സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് ഉണരും കേട്ടോ. ഈ കുഞ്ഞിനെ നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കുമ്പോൾ
ഉറങ്ങുമ്പോഴായിരിക്കും ആരെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിക്കണം. വെറുതെ ആയിരിക്കും, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിനും കൂടി ആയിരിക്കും കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കിയിട്ട് നമ്മൾ ആ സമയത്താണ് എനിക്കിനി പാത്രം കഴുകാനും നമ്മുടെ തൂത്തിറക്കാനും ഒക്കെ കാണും കേട്ടോ. ആ സമയത്താണ് ഇതൊക്കെ ചെയ്യണത്. ഈ ആരെങ്കിലും വന്ന് ആ സമയത്ത് ബെല്ലടിക്കും കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെയാണെങ്കിൽ പറയണേ. ഞാൻ കഷ്ടപ്പെട്ട് ആട്ടി ഉറക്കുമ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലും വരണേ. പിന്നെ ഈ വൈകുന്നേരം ചായ ഇടണം. പിന്നെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഈ പഴംപൊരി നമ്മൾ ഒന്നുമില്ല, നമ്മൾ ഗോതമ്പ് മാവല്ല മൈദയാണ് എടുത്തത്. മൈദ മാവ്, മഞ്ഞൾപ്പൊടി, പഞ്ചസാര ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ ഈ സോഡാപ്പൊടി അതൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഇതിട്ട് അരിപ്പൊടിയും കൂടി ഇട്ട്, എന്നിട്ട് നമ്മൾ പഴം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം മുറിച്ച് അതും സ്ലൈസായിട്ട് മുറിച്ചതിന് ശേഷം അത് വറുത്ത് കോരുകയാണ് ചെയ്യണം. നല്ല ടേസ്റ്റാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ലതാണ്. അങ്ങനെ പിന്നെ ചായയിട്ട് അങ്ങനെ ഇന്നത്തെ ഒരു കുട്ടി ദിവസം എൻ്റെയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ നേരത്തെയുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. ഷോർട്സും കാണണം കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ കുർത്ത സെറ്റ്സിൻ്റെ വീഡിയോസും നമ്മൾ പിന്നെ മീഷോ ഹോളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് നമ്മളൊരു ദിവസം എൻഡ് ചെയ്യാണ്. ഒരു ദിവസം എൻഡ് ചെയ്യുന്നില്ല, ഞാൻ വൈകുന്നേരത്തെ വരെയുള്ള കാര്യങ്ങളാണ്. ഇടയ്ക്കിടയ്ക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും, ബഹളമായിരിക്കും, അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ, താങ്ക് യു.